LDF എടുക്കുമെന്ന് തന്നെ പറയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം, ദേശീയ തലത്തിൽ നമ്മൾ ഈ UP-യുടെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യണം. കാരണം രാമക്ഷേത്രം അടക്കം നിർമ്മിച്ചുകൊണ്ട് UP തൂത്തുവാരുമെന്ന് പറഞ്ഞിരുന്ന കക്ഷിയാണ് NDA. പക്ഷേ അവിടെ 48 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ BJP സഖ്യം ലീഡ് ചെയ്യുന്നത് എന്ന് അവർക്ക് വലിയ തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി വാരണാസിയിൽ പിന്നോട്ട് പോയി. സ്മൃതി ഇറാനി ഇപ്പോഴും അമേഠിയിൽ പിന്നിലാണ്. റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ തേരോട്ടം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ കനൌജിലും മറ്റും വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നു. ഒപ്പം ഇത്തരത്തിൽ വലിയ തിരിച്ചടി UP-യിൽ സംഭവിക്കുന്നത് നിർണായകമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്ത്യ സഖ്യം വലിയ കുതിച്ച് മുന്നേറുന്നു. കാരണം അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ യോഗങ്ങളിൽ കണ്ട ആൾക്കൂട്ടം പൂർണ്ണമായും വോട്ടായി മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. UP-യെ കുറിച്ച്, യോഗിയെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച്, അമിത്ഷായെ കുറിച്ച് BJP-ക്ക് ഇനി ഇരുത്തി ചിന്തിക്കേണ്ടി വരും. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് UP മാറുന്നു. കാരണം UP പിടിച്ചില്ലെങ്കിൽ രാജ്യഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ 41 സീറ്റുകളിൽ മാത്രമാണ് NDA സഖ്യം മുന്നിലുള്ളത്. ഇന്ത്യ സഖ്യം കോൺഗ്രസിന് 100 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ 94 സീറ്റുകളിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുകയാണ്. അത് തെക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വിചാരിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് കടക്കുന്നില്ല NDA എന്നുള്ളൊരു വിഷയം. ആറ്റിങ്ങലിലെ ലീഡ് വരുന്നു. അടൂർ പ്രകാശനിൽ 2555 ഉയർന്നിരിക്കുന്നു. ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്. രഞ്ജിത്ത്, ആറ്റിങ്ങൽ പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. അവസാനം കുറേയേറെ മണ്ഡലങ്ങൾ, കുറേയേറെ ബൂത്തുകൾ എണ്ണാൻ ബാക്കി വരുമ്പോൾ ആറ്റിങ്ങലും മാവേലിക്കരയുമാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലും മാവേലിക്കരയും. കാസർഗോഡ് മാവേലിക്കരയും. അപ്പോൾ തൃശൂർ എന്തായാലും BJP ഉറപ്പിച്ചു എന്ന് തന്നെ രഞ്ജിത്ത് പറയുകയാണ്. അതെ, 25,000 കടന്നു എന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്പോൾ നമുക്കിനി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത മണ്ഡലങ്ങളാണ്. വയനാട് ഉറപ്പിച്ചു, എറണാകുളം ഉറപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5000-ത്തിനടുത്ത്. $4,948 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ BJP 2 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 20,000-ന് മുകളിൽ 5,000-ഓളം വോട്ടുകളുടെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന്. അങ്ങനെ 2 സീറ്റുകളിൽ BJP കേരളത്തിൽ ലീഡ് ചെയ്യുകയാണ്. രഞ്ജിത്ത്, പക്ഷേ തിരുവനന്തപുരം അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചാണല്ലോ. ഒരു സംശയമില്ല. മുന്നേറ്റം തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിലൊക്കെയാണ് BJP ലീഡ് ചെയ്യുന്നത്. അവരുടെ മണ്ഡലങ്ങളായ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം എണ്ണുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ഈ റൗണ്ടുകൾ അങ്ങോട്ട് മാറുമ്പോഴേക്കും ഇത്തരമൊരു ലീഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDF-ന്റെ വോട്ടുകൾ വളരെ കൃത്യമായി പന്നിൻ രവീന്ദ്രന് പോൾ ചെയ്താൽ അത് രാജീവ് ചന്ദ്രശേഖരന് സഹായകരമാകും. ശരിയാണ്. അവസാന 2 റൗണ്ടുകളിൽ പാറശാലയും കോവളവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഏകദേശം ഒരു 60ഓളം ബൂത്തുകൾ ആ മേഖലയിൽ നിന്ന് മാത്രമായിട്ടുണ്ടായിരിക്കും. അതാണ് BJP-ക്ക് തിരുവനന്തപുരത്ത് പ്രശ്നമാകുന്നത്. പക്ഷേ അതുവരെ ലീഡ് കൂട്ടണം. ഒരു 20,000 വരെ എത്തിക്കണം. 13 തിരുവനന്തപുരത്തിന്റെ ഫലം നമുക്ക് പറയാറായിട്ടില്ല മഞ്ജുഷ. തിരുവനന്തപുരത്ത് ഇപ്പോഴും വോട്ടുകൾ ഒരുപാട് എണ്ണാനുണ്ട്. പക്ഷെ തൃശൂർ ഏതാണ്ട് സുരേഷ് ഗോപി ഉറപ്പിച്ച മട്ടാണ്. തിരുവനന്തപുരത്തിന്റെ ഫലസൂചനകൾ ഉറപ്പിക്കാനായിട്ടില്ല. 5,000-ന് മുകളിൽ ലീഡെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ലീഡാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ പോലും 10,000-ന് മുകളിൽ ലീഡ്, 10,000-ഓളം വോട്ടുകൾ ലീഡ് മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് പറഞ്ഞിരുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. പത്തനംതിട്ടയിൽ എന്തായാലും ആന്റണി സേഫ് ആയിട്ട് പോകുന്നുണ്ട്. 7,788 അല്ലേ? പത്തനംതിട്ട 7,788 ലീഡ് കൂടിയിട്ടുണ്ട്. 60,000-ത്തിനടുത്തേക്ക് ലീഡ് ഉയർത്താൻ 60,000 കടന്നു. എറണാകുളത്ത് ഹൈബ്രിഡ് ലീഡ്. പത്തനംതിട്ടയിൽ ഐസക് പിന്നിൽ, മുന്നിൽ ആന്റണി. അതായത് നല്ലൊരു ലീഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ ലീഡ് 20,000-ത്തിനടുത്തേക്ക്. ഷാഫിയുടെ ലീഡ്. വടകരയിലും ഇനി ഒരു പിന്നോട്ട് പോക്കില്ല UDF-നെ സംബന്ധിച്ച്. കോഴിക്കോട് MK രാഘവൻ തന്നെ ജയിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇനി സംശയമില്ല. 50,000-ത്തിനടുത്തേക്ക് ലീഡ് നില ഉയർന്നിരിക്കുകയാണ്. മാവേലിക്കരയിൽ ലീഡ് കൂടുകയാണല്ലോ രഞ്ജിത്ത്. 4,300. കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കരയിൽ ലീഡ് ഏതാണ്ട് 5,000-ത്തിനടുത്തായി എന്നുള്ളതാണ്. അവസാന റൗണ്ടുകളിൽ കൊടിക്കുന്നിൽ തന്റെ പ്രഭാവം തിരിച്ചുപിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായാലും കൊടിക്കുന്നിൽ ജയിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നേതാവാണ് കൊടിക്കുന്നിൽ എന്ന കാര്യം കൃത്യമായിരുന്നു. നമുക്ക് വ്യക്തമാകുന്ന മലപ്പുറത്ത്, വയനാട്ടിലെ, കോഴിക്കോട്ട്, കൊല്ലത്ത്
പത്തനംതിട്ടയില്, എറണാകുളത്ത്, ഇടുക്കിയില്, ചാലക്കുടിയിലൊക്കെ UDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡും കണ്ണൂരും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. വടകരയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ചാലക്കുടിയിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആലത്തൂർ മാത്രം ചുവപ്പ് കോട്ടയായി നിലനിൽക്കുന്നു. പച്ചത്തുരുത്തായി LDFന് കേരളത്തിൽ. മാത്രമല്ല ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ലീഡ് കിട്ടാൻ ഏതാണ്ട് 8ഓ 9ഓ മണ്ഡലങ്ങൾ UDFന് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ 80,000-ന് മുകളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില ഉയർന്നു. വയനാട്ടിൽ ഉറപ്പാണ്, ഇടുക്കിയിൽ ഉറപ്പാണ്, എറണാകുളത്ത് ഉറപ്പാണ്, കൊല്ലത്ത് ഉറപ്പാണ്, മലപ്പുറത്തും പൊന്നാനിയും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുടെ ലീഡ് ഉറപ്പായി വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ 2019 സമാനമായ രീതിയിൽ UDF തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന 2 മണ്ഡലങ്ങൾ BJP പിടിക്കുകയാണ്. അതിലൊന്ന് തൃശ്ശൂർ BJP എടുക്കുന്നു. അത് UDFന്റെ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും കോൺഗ്രസിനുള്ളിൽ. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തുന്നു, അതും ചോദ്യം ചെയ്യപ്പെടും. ഈ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാൽ UDF തരംഗം എന്നതിന് വലിയ തിരിച്ചടിയായി മാറും. BJP ആണ് പിടിക്കുന്നത്, CPM അല്ല എന്നതും വലിയ ചോദ്യചിഹ്നമായി മാറും. അത് മാത്രമല്ല 2 സീറ്റുകൾ BJP നേടുകയാണെങ്കിൽ CPM ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ അതും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകും. അതാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് എന്തായിരിക്കും സ്ഥിതി? ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തിൻ്റെത്. അവിടെയാണ് ഇപ്പോൾ എത്ര 5000 വോട്ടുകളുടെ ലീഡ് ആയിട്ടില്ല അല്ലെ? 5000ലേക്ക് വന്നിട്ടില്ല. പക്ഷെ 4700 സംതിങ് വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. 25,000 കടന്ന് സുരേഷ് ഗോപി കുതിക്കുന്നു. കേരളത്തിൽ താമര വിരിയുന്നു. അങ്ങനെ കേരളത്തിൽ താമര വിരിയുകയാണ്. സുരേഷ് ഗോപി 25,000ന്റെ ലീഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. രണ്ടാമത് VS സുനിൽകുമാറാണ്. സുനിലിനെ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിക്കൊടുക്കുകയാണ്. സ്ഥാനത്തേക്ക് K മുരളീധരൻ വരുന്ന കാഴ്ച. അതിനിടയിൽ വടകരയിൽ 1/4 ലക്ഷത്തിന് അടുത്തേക്ക് ഷാഫിയുടെ ലീഡ് 23,000 കടന്നിരിക്കുന്നു. ഷാഫിയുടെ ലീഡ്. ഷാഫി പറമ്പിൽ നല്ല വടകര കാഴ്ചവെക്കുകയാണ്. വടകര എന്തായാലും വടകരയിലും ഇനി ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. ടീച്ചർക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓരോ റൗണ്ട് വരുമ്പോഴും ഷാഫി നില മെച്ചപ്പെടുത്തുകയാണ്. മാത്രമല്ല കൂത്തുപറമ്പും തലശ്ശേരിയും ഒക്കെ അവിടെയും വലിയ രീതിയിൽ ലീഡ് നേടുവാനായിട്ട് കഴിയുന്നില്ല ശൈല ടീച്ചർക്ക് എന്ന പ്രത്യേകതയുമുണ്ട്. കിട്ടിയ 84,000 എന്നൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ. ET മുഹമ്മദ് ബഷീറിന്റെ ലീഡ് 67,000 സ്വാഭാവികമായിട്ട് 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അവിടെ കിട്ടും. ET മുഹമ്മദ് ബഷീറിന് സേഫ് ആണ്. മലപ്പുറവും UDFന് സ്വന്തമായി, എറണാകുളം സ്വന്തമായി, പൊന്നാനി സ്വന്തമായി, കൊല്ലം നേരത്തെ തന്നെ ഉറപ്പിച്ചു. ഇനി ആലപ്പുഴയിലും തിരിച്ചു പോക്കില്ല. പാലക്കാട് ശ്രീകണ്ഠൻ വീണ്ടും ജയിക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫൈറ്റ് അതും വിജയം കാണുകയാണ്. കാസർഗോഡ് 12,000 കടന്നു. ഉണ്ണിത്താൻ 12,000 കടന്നു കാസർഗോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് മത്സര സ്വഭാവമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ ഒന്ന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ക്രമാനുഗതമായി ലീഡ് ഉയർത്തുകയാണ്. ആറ്റിങ്ങിലും തിരുവനന്തപുരവുമാണ് തലസ്ഥാന നഗരിയിലെ 2 മണ്ഡലങ്ങൾ.